നമ്മുടെ മലയാള ഭാഷയിൽ സസന്ദേഹം എന്ന ഒരു അലങ്കാരമുണ്ട്. സാദൃശ്യത്താൽ സ്മൃതി, ഭ്രാന്തി, സന്ദേഹങ്ങൾ കഥയ്ക്കുകിൽ സ്മൃതിമാൻ, ഭ്രാന്തിമാൻ സസന്ദേഹമായിടും. ഇതാണ് അതിൻ്റെ ലക്ഷണം. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വ്യക്തിയോ സ്ഥലത്തെയോ കാണുമ്പോൾ മറ്റേതെങ്കിലും ഒന്നിൻ്റെ ഗുണഗണങ്ങൾ അതിൽ സാദൃശ്യം തോന്നുകയാണെങ്കിൽ ഈ അലങ്കാരമാണ് ഉപയോഗിക്കാറുള്ളത്. ഏറ്റവും നല്ല ഉദാഹരണം, സ്വാതി തിരുനാൾ മഹാരാജാവിനെ ഉറക്കുവാൻ അമ്മ തമ്പുരാട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇരയിമ്പൻ തമ്പി ചിട്ടപ്പെടുത്തിയ ഓമന തിങ്കൾ കിടാവോ എന്ന കൃതിയാണ്. ഇവിടെ പ്രപഞ്ചത്തിലെ സർവോത്തമമായ എല്ലാ വസ്തുക്കളോടും തൻ്റെ കുഞ്ഞിനെ സാദൃശ്യപ്പെടുത്തുകയാണ് കവി. നീലാംബരി രാഗത്തിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഉറക്കം എന്ന പദം ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നത് മറ്റൊരു സവിശേഷതയാണ്. നീലാംബരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതിനാൽ ഉറക്കത്തിലേക്ക് നയിക്കുവാനുള്ള മാന്ത്രികത ഈ കൃതിക്കുണ്ട്. താരാട്ടുപാട്ടുകൾ കൊണ്ട് സമൃദ്ധമാണ് മലയാളം എങ്കിൽ പോലും ഇരയിമ്പൻ തമ്പി രചിച്ച ഓമന തിങ്കൾ കിടാവോ എന്ന കൃതിയെ വെല്ലുവാൻ പിന്നീട് ഒരു താരാട്ടുപാട്ട് ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. മലയാള ഭാഷ ആ പദത്തിൽ തന്നെ ഒരു താളം ഒളിഞ്ഞിരിക്കുന്നു. ആ താളത്തിൽ ലയിച്ചാണ് അതിലെ കവിതകളൊക്കെയും വന്നിരിക്കുന്നത്. അപ്പോൾ കവിതയും താളവും തമ്മിലുള്ള ബന്ധത്തെ അടുത്തറിയാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു കവിതയുമായി കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം, ഐശ്വര്യ.